ടീമിന്റെ പേര് പവർ ഓഫ് ലൈറ്റ് എന്നാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു മെഷീൻ കണ്ടല്ലോ, ഈ മെഷീൻ്റെ പേരാണ് സോളാർ എനർജി ബോർഡ്. നിങ്ങൾക്ക് ഇവിടെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് സോളാർ എനർജി വെച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സോളാർ പാനൽ. പിന്നെ ഇതാണ് ഈ മെഷീൻ്റെ ഓണാക്കാനുള്ള സ്വിച്ച്. പിന്നെ ഇതാണ് ഓട്ടോമാറ്റിക് സ്വിച്ച്. പിന്നെ ഈ ഒരു സംവിധാനം കണ്ടല്ലോ, ഈ മഞ്ഞ നിറത്തിലുള്ള ഇതാണ് ഇതിൻ്റെ വാട്ടർ പ്രൂഫ്. അതില്ലെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം കയറുകയും ഇത് ഡാമേജ് ആക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് ഇതിൻ്റെ ടയറിനെ കുറിച്ച് നോക്കാം. ടയറിൻ്റെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, എല്ലാം കാണാമല്ലോ. ഈ സ്വിച്ച് ഈ ഭാഗം ഓണും ഈ ഭാഗം ഓഫും. ഓൺ ആണെങ്കിൽ ഇവിടെ മുള്ളു പോലത്തെ സംവിധാനം വരും, ഓഫ് ആണെങ്കിൽ ഇവിടെ മുള്ളു പോലത്തെ സംവിധാനം കാണില്ല. ഈ മുള്ളു പോലത്തെ സംവിധാനം കാണാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ റോഡിൽ കൂടി പോകുമ്പോൾ റോഡ് പൊട്ടിപ്പോവാതെ ഒതുക്കെ നേരെ പോകാൻ വേണ്ടിയാണ്. മുള്ളു പോലത്തെ സംവിധാനം എന്തെന്ന് വെച്ചാൽ വലിയ കയറ്റങ്ങൾ വരുമ്പോൾ അത് എളുപ്പത്തിൽ കയറാൻ വേണ്ടിയാണ്. പിന്നെ ഈ ഓട്ടോമാറ്റിക് സ്വിച്ചിനെ നമ്മളെ കുറിച്ച് പറഞ്ഞല്ലോ. ഓട്ടോമാറ്റിക് സ്വിച്ച് താത്തില്ലെങ്കിൽ ഇതിൻ്റെ പിറകെ നടന്ന് നമ്മളെല്ലാം ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം റിസർച്ച് ചെയ്യുമ്പോൾ ഈ നിറം ഇവിടെ കാണിക്കും. പിന്നെ ഇതാണ് ഇതിൻ്റെ ക്യാമറ. നിറം കാണിക്കുമ്പോൾ പിന്നീട് ഇവിടുത്തെ ഈ സ്വിച്ച് തക്കുമ്പോൾ ഇവിടുന്ന് സീറ്റ്സ് വരും, അല്ലാതെ ഒരിക്കലും സീറ്റ്സ് ഇവിടുന്ന് വരില്ല. ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഇതിവിടെ ക്ലോസ്ഡ് ആണ്, അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഓട്ടോമാറ്റിക് ആവുമ്പോൾ വേണ്ടിയാണ് ഇത്. ഈ ഭാഗം ഓണും ഈ ഭാഗം ഓഫ്. ഓണാണെങ്കിൽ ഇവിടെ പോലെ തന്നെ ഇവിടെയും മുള്ളു പോലത്തെ സംവിധാനം കാണും. ഓഫ് ആണെങ്കിൽ ഇവിടത്തെ പോലെ ഇവിടെയും മുള്ളു പോലത്തെ സംവിധാനം കാണില്ല. ഇതെന്തെന്ന് വെച്ചാൽ ഇത് നമ്മുടെ നിലം കിളക്കുകയും അവിടെ ഓരോ വിത്ത് വിതയ്ക്കുകയും വെള്ളം ഒഴിക്കുകയും ഇത് ചെയ്യും. പിന്നെ ഇത് സോളാർ എനർജി വെച്ചാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ. ഇതിനൊരു ബാറ്ററി ഉണ്ട്. ആ ബാറ്ററി ഇതിൻ്റെ എല്ലാ പവറും ശേഖരിച്ച് വെച്ച് രാത്രി ആകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇവിടെയാണ് ബാറ്ററി ഇരിക്കുന്നത്. പിന്നെ ഇതാണ് അതിൻ്റെ സ്വിച്ച്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ നിറം എന്തിനാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയുടെ പാതിയോളം മരങ്ങൾ പോലും പൊളില്ല, അതെല്ലാം നശിച്ചു പോയിരിക്കുന്നു. അപ്പോൾ അതെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഉപകരണം. അപ്പോൾ ഇത് ഓരോ മണ്ണും റിസർച്ച് ചെയ്തിട്ട് അതിൽ പറ്റിയ ചെടി ഏതാണോ അത് പറയും. ഓക്കെ, താങ്ക് യു.